തിരുവനന്തപുരത്ത് ആനന്ദകുമാറിന്റെ തോന്നക്കലുള്ള സായിഗ്രാമത്തിലും ഒപ്പം ശാസ്തമംഗലത്തുള്ള വീട്ടിലും ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. വിജിൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിജിൻ, ഈ ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും റെയ്ഡ് നടത്തുന്നു. പരിശോധനകൾ രാവിലെ തന്നെ ആരംഭിച്ചതാണ്. ഇതിൻ്റെയൊക്കെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ആനന്ദകുമാറാണ്. കൂടുതൽ എന്തെങ്കിലും വിശദാംശങ്ങൾ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ടോ? എന്തായാലും റെയ്ഡിൻ്റെ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങണം. മെട്രോയോടുകൂടി ആരംഭിച്ച റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലും ഓഫീസിലും ഒപ്പം തന്നെ സായിഗ്രാമത്തിലും, തോന്നക്കലിലെ സായിഗ്രാമത്തിലുമാണ് ഇപ്പോൾ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എട്ടരയോടുകൂടി തന്നെ എല്ലാ സ്ഥലങ്ങളിലും റെയ്ഡ് ആരംഭിക്കുകയായിരുന്നു. എന്തായാലും നിലവിൽ ആനന്ദകൃഷ്ണനുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഇ ഡി. അതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം മറ്റൊരു തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള അനന്തകൃഷ്ണനെയും ഒപ്പം തന്നെ ഈ ആനന്ദകുമാറിനെയും ഒരുമിച്ച് ഇരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് ക്രൈംബ്രാഞ്ചിന് കടക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇന്ന് അല്പസമയം മുമ്പ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ആനന്ദകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ അത് മാറ്റിക്കൊണ്ടുള്ള ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. 27-ാം തീയതിയാണ് ആ വിധി പറയുക എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ 27-ാം തീയതി വരെ ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ചിന് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഇ ഡി അന്വേഷണം ഇക്കാര്യത്തിൽ സാമ്പത്തിക തട്ടിപ്പും ഒപ്പം തന്നെ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഹവാല പണമിടപാടുകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിലുള്ള പരിശോധനയാണ് നിലവിൽ ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിലെയും കോഴിക്കോടെയും ഇ ഡി ഉദ്യോഗസ്ഥ സംഘമാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരത്തെ ഈ ശാസ്തമംഗലത്തെ വീട്ടിലും തൊട്ടടുത്തുള്ള ഓഫീസിലുമായി 7ഓളം ഉദ്യോഗസ്ഥരാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. അതുപോലെ തന്നെയാണ് സായിഗ്രാമിലും ഇപ്പോഴും പരിശോധന തുടരുന്നത്. വിനിഷ.